നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണ വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ തന്നെ കിടക്കുന്നുണ്ട്. ഫോർഡിൻ്റെ എക്കോസ്പോർട്ടാണ്. എക്കോസ്പോർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫോർഡ് ഇവിടുന്ന് സർവീസും സെയിൽസും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു ഉറ്റുനോക്കിയിരുന്നൊരു വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇനി ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ടിലേക്ക് വന്നിരുന്ന വാഹനമാണ് ഈ എക്കോസ്പോർട്ട്. കാരണം എക്കോസ്പോർട്ടും അതേപോലെ തന്നെ പണ്ടിറങ്ങിയ ഫിയസ്റ്റയൊക്കെയാണ് ഫോർഡ്, കുറച്ച് ഫിഗോയും ഒക്കെയാണ് ഫോർഡിൻ്റെ ഇന്ത്യയിൽ ക്ലിക്കായിട്ടുള്ള വാഹനം. അപ്പോൾ ഇന്നും ഈ ഒരു വാഹനത്തിന് ഒരുപാട് ഡിമാൻഡ് നിൽക്കുന്ന വാഹനമാണ്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് 2014 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വന്നേക്കുന്ന ഫോർഡിൻ്റെ എക്കോസ്പോർട്ട് ടൈറ്റാനിയം എഡിഷനിൽ വന്ന വാഹനമാണ്. ഡീസലാണ്. ഡീസൽ ആയതുകൊണ്ട് തന്നെ പവറും മൈലേജൊക്കെ ഒരേപോലെ തരുന്നൊരു വാഹനം കൂടിയാണ് ഈ ഒരു കോമ്പാക്ട് SUV ആയിട്ടുള്ള എക്കോസ്പോർട്ട്. അപ്പോൾ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നതാണ് ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. നല്ല ബോഡി ക്വാളിറ്റിയുള്ള വാഹനമാണ്. ഫുള്ള് കണ്ടിട്ട് വരാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ ഒരു എക്കോസ്പോർട്ടാണ്. അപ്പോൾ എക്കോസ്പോർട്ട് കുറച്ച് ദിവസമായി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഒരു ഡീസൽ എക്കോസ്പോർട്ട് എത്തിച്ചിട്ട്. ഇത് ഡീസൽ എക്കോസ്പോർട്ട് നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടിരിക്കുന്ന വാഹനമാണ്. 2014 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. 14 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വന്നേക്കുന്ന വാഹനം ഡീസലാണ്. ഡീസലാകുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ പവറും അതേപോലെ തന്നെ മൈലേജും കാര്യങ്ങളൊക്കെ പിന്നെ എടുത്തു വരേണ്ട ആവശ്യമില്ലല്ലോ. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു എക്കോസ്പോർട്ടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് ടൈറ്റാനിയം എഡീഷനാണ് വന്നേക്കണം. ടൈറ്റാനിയം ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് അലോയ്സും കാര്യങ്ങളും വരുന്നുണ്ട്, ഡിഫോഗേഴ്സ്, അതേപോലെ തന്നെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇൻറ്റീരിയേഴ്സിലായാലും എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ലോഡറായിട്ട് വന്നേക്കണം ഒരു എക്കോസ്പോർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫുള്ള് വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാം എൻ്റെ ഒന്നും കണ്ടേക്കാം. ഫസ്റ്റ് ടോപ്പ് വ്യൂ നോക്കാം. ടോപ്പ് വ്യൂ വളരെ നീറ്റായിട്ടിരിക്കുന്ന ടോപ്പ് വ്യൂ നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ ഇവിടെ വീലാർസിലേക്ക് പോയേക്കാം. വീലാർസ് ആയാലും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന വീലാർസാണ്. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല കണ്ടീഷൻ നയിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാം. നമുക്ക് ബോണറ്റിലേക്ക് വരാം. ബോണറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് ആയാലും ഇവിടെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഇവിടെ ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലാംപ്സ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന ലാംപ്സ് നമുക്കിവിടെ കാണാം. നല്ല ഗ്രിപ്പ് വെക്കാൻ ടയേഴ്സ് വെക്കുന്നുണ്ട്. അതേപോലെ അലോയ്സ് നോക്കാം. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തയ്ക്കുന്ന അലോയ്സ് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ 2 ഡോർസ് നോക്കാം. ഡോറും നീറ്റായിട്ട് 2 ഡോർസ് കാണാം. അതേപോലെ തന്നെ നമുക്ക് വൈസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആണോ, വീലാർച്ച് നോക്കാം. വീലാർച്ച് ആയാലും നീറ്റായിട്ട് വീലാർച്ചാണ്. നല്ല ഗ്രിപ്പും ടയേഴ്സൊക്കെ ഉണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സും നമുക്ക് ഇവിടെ കാണാം. സൈഡ് പോർഷനിലേക്ക് വരാം. ആണോ, നല്ല വൃത്തിയാണ് വാഹനം. ഇവിടെ ഡിഫോഗേഴ്സ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് റിയർ വൈപ്പർ വരുന്നുണ്ട്. ഗ്രിപ്പും ടയേഴ്സൊക്കെ ഉണ്ട്. അലോയ്സും കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ വരുമ്പോൾ നമുക്കിവിടെ ടൈറ്റാനിയം എഡീഷൻ്റെ ബാഡ്ജിങ് ആണ്. TDCയുടെ ഒരു ബാഡ്ജിങ് കൂടി കിട്ടുന്നുണ്ട്. സൈഡ് പോർഷനിലേക്ക് വരാം. 2 ഡോർ നോക്കാം. 2 ഡോറും ഇവിടെ നീറ്റായിട്ട് 2 ഡോർസ് നമുക്കിവിടെ കാണാം. കേട്ടോ, നല്ല ഗ്രിപ്പും ടയേഴ്സൊക്കെ ഉണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തരുന്ന അലോയ്സും നമുക്കിവിടെ കാണാം. നമുക്ക് ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് എന്ന് പരിചയപ്പെടാം. ഡോർക്ക് നല്ല സ്ട്രോങ് ആണ് കേട്ടോ. 4 പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ സീറ്റ് കവേഴ്സൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നത്. മാനുവൽ ട്രാൻസ്മിഷനാണ് വന്നേക്കണേ. ഇവിടെ ടൈറ്റാനിയം ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. കേട്ടോ, ഇവിടെ നമുക്ക് എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഡാഷ് ബോർഡൊക്കെ വളരെ നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെ നമുക്ക് ഡാഷ് ബോർഡ്, ഇവിടെ എയർ ബാഗ് സപ്പോർട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് പാസഞ്ചർ സീറ്റ് നോക്കാം. പാസഞ്ചർ സീറ്റ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. റൂഫും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്കിവിടെ കാണാം. പിന്നെ ഫീച്ചേഴ്സിലേക്ക് പോയി നമുക്ക് ആംറസ്റ്റ് വരുന്നുണ്ട്. അതേപോലെ ഇവിടെ നമുക്ക് ചാർജിങ് പോർട്ടുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് മൈക്രോസോഫ്റ്റ് സിങ്കിൻ്റെ ഒരു ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. പ്ലാറ്റ്ഫോം ആയാലും നീറ്റായിട്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഇവിടെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ കാണാം. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെ നമുക്ക് ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്പ്ലിറ്റ് സീറ്റ്സാണ് വന്നേക്കണേ. പാസഞ്ചർ ഇവിടെ പാസൽ ട്രേ ഒക്കെ നോക്കാം. കുഴപ്പമില്ലാത്ത ലെഗ് റൂം നിൽക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള സ്പേസോ കാര്യങ്ങളും നമുക്ക് ഇൻറ്റീരിയേഴ്സിൽ കിട്ടുന്നില്ല. ഇവിടെ നമുക്ക് റീഡിങ് ലാമ്പ് വന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ നമുക്കിവിടെ വിശദമായിട്ട് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ചതിന് ശേഷം എൻജിൻ ഭാഗത്ത് എന്താണ് അവസ്ഥ ചെക്ക് ചെയ്തേക്കാം. ജസ്റ്റ് ലിവർ ഒന്ന് അപ്പ് ചെയ്യാം ഇവിടെ. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു എക്കോസ്പോർട്ടിൻ്റെ ഒരു എൻജിൻ ഭാഗം. വളരെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന എൻജിനാണ്. അല്ല, വെൽ മെയിൻറ്റൈൻഡ് ആണത്. അതേപോലെ തന്നെ ഫ്രണ്ട് നോക്കാം. എഡ്ജസ്റ്റിലേക്കൊക്കെ ഒന്ന് വരാം. എഡ്ജസ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഇവിടെ ലിഡ് നോക്കാം.
ലിഡിലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ലിഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, ഡോർ പോർഷനിലേക്ക് വരാം. ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇവിടെ നോക്കുമ്പോൾ നല്ല വൃത്തിയിൽ തന്നെ നീറ്റായിട്ടിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ സ്പേസ് നമുക്കിവിടെ കാണാം. ഓക്കെ, ബാറ്ററിയൊക്കെ പവർഫുൾ ബാറ്ററി ഉണ്ട്. ഒരു ലാഗോ കാര്യങ്ങളൊന്നും നമുക്ക് ബാറ്ററിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ബൂട്ടിലേക്കൊന്ന് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ചെക്ക് ചെയ്തേക്കാം. ഇവിടെ ലിവറൊന്ന് അപ്പ് ചെയ്യണം. അപ്പ് ചെയ്യല്ല, നമ്മൾ സ്ലൈഡ് ചെയ്യണം. ഡോർ നോക്കാം. ഡോറൊക്കെ നീറ്റ് ഡോറാണ്. ഒരു പ്രശ്നമില്ല. അത്രക്ക് ക്വാളിറ്റി നിൽക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാം. ഓക്കെ, ബൂട്ട് സ്പേസ് നോക്കാം. ബൂട്ട് സ്പേസ് ആയാലും വളരെ നീറ്റായിട്ടിരിക്കുന്ന ബൂട്ട് സ്പേസ്, നീറ്റായിട്ടിരിക്കുന്ന ബൂട്ട് സ്പേസ്. പ്ലാറ്റ്ഫോം നോക്കാം. പ്ലാറ്റ്ഫോം ഓക്കെ, പാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്ക് കിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ടയേഴ്സിൻ്റെ അവസ്ഥ നോക്കാനാകുമ്പോൾ ഇതിൻ്റെ ഈ ഒരു എഡ്ജും കൂടി നോക്കിയേക്കാം. ഈ എഡ്ജായാലും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന എഡ്ജസ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ടയർ നോക്കാം. ടയറിൽ ഗ്രിപ്പ് കുറച്ച് കുറവാണ്, എന്നാലും കുഴപ്പമില്ലാത്ത ഗ്രിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. 2014 മോഡലാണ് ഫോർഡിൻ്റെ എക്കോസ്പോർട്ട്. അതുകൂടാതെ തന്നെ സിംഗിൾ ഓണർഷിപ്പിൽ വന്നേക്കുന്ന വാഹനം, വെൽ മെയിൻറ്റൈൻഡാണ്. പിന്നെ ഡീസൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പവറും അതേപോലെ തന്നെ മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസിയായിട്ട് കിട്ടുന്നതാണ്. റേറ്റിലേക്ക് ഇറങ്ങാനാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് എല്ലാം ഡെയിലി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5,60,000 രൂപയാണ്. 5.60 lakhs നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോന് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഷോറൂം നമ്പർ കൊടുത്തിട്ടുണ്ട്, എൻ്റെ പേഴ്സണൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിക്കുകയാണെങ്കിൽ നമുക്ക് നെഗോഷിയേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ ഡെയിലി നിങ്ങൾക്ക് എത്താനായിട്ട് ഇപ്പോൾ തന്നെ താഴത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.